ഞാൻ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. വാർത്താ സമ്മേളനം ഞാൻ വിളിച്ചു കൂട്ടിയ വാർത്താ സമ്മേളനം അല്ല ഇത്. ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? വെറുതെ പറയണ്ട. ഞാനിവിടെ ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുടെ പത്രങ്ങളൊക്കെ എങ്ങനെയാണ് വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. പേരാമ്പ്രയിലുള്ള പത്രക്കാരെ വിളിച്ചു. നിങ്ങളെല്ലാം വന്നപ്പോൾ പത്രക്കാരോടുള്ള മാന്യതയും മര്യാദയും കാണിക്കണം എന്നുള്ളത് കൊണ്ട് അതുമായി സഹകരിച്ചു. അത്ര കണക്കാക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴേക്ക് ഇദ്ദേഹം ഇടപെട്ടു. ആര് നേതാവിന്റെ? ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ LDFന്റെ ഔദ്യോഗിക വാഹനത്തിൽ പ്രചരിപ്പിക്കുന്ന ഇത് റെക്കോർഡ് ചെയ്ത സെൻറ്റർ അതിന് പറയാം അനൗൺസ്മെന്റിന് റെക്കോർഡ് ചെയ്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. പെൻഡ്രൈവ്. നിങ്ങൾക്ക് വേണോ പരിശോധിക്കാം. നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ഞങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ച് അതിൻ്റെ നിലപാടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ നിലപാടുമായി ഇന്നലെ പത്രക്കാർ എന്നോട് ചോദിച്ചു കോഴിക്കോട്ടുനിന്ന്. എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ തയ്യാറാണ്. അന്വേഷിക്കുന്നത് ഞങ്ങളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ വ്യക്തമാക്കിയതാണ്. ഇടതുപക്ഷത്തിന്റെ അതല്ല ഈ ഒരു അനൗൺസ്മെന്റ് എങ്കിലും ഇതൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നതാണ്. അത് നേരത്തെ കാതിൽ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ ഇതുപോലുള്ളതൊക്കെ അങ്ങനെ നിരന്തരം ഉണ്ടാവുമ്പോൾ അത് അന്വേഷിക്കണം. നമ്മുടെ കൂടി ഒരു ബാധ്യതയല്ല. അന്വേഷിച്ചോളി. ഇടതുപക്ഷത്തിന് പ്ലീസ് ദയവ് ചെയ്തിട്ട് അങ്ങനെ പറയില്ല. ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ഇടതുപക്ഷം തീരുമാനിക്കും. അതിൻ്റെ അപ്പുറത്തൊരു നിലയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഞങ്ങളെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ അന്വേഷിക്കേണ്ടത്. ഇനിയിപ്പോൾ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ കുറ്റം ചാർത്താൻ ഇത്ര വാശി എന്തിനാ? LDFനെ പറ്റിയൊന്നും വന്നിട്ടില്ല അന്ന്. അത് വരട്ടെ. അത് പരാതി ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ പരാതിൻ്റെ അന്വേഷണം വരട്ടെ. അന്നേരം സമയത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. ഇതിന് ഇനി കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ വിശദീകരണമൊന്നുമില്ല. വിശദീകരണം തരേണ്ടത് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രചാരണത്തിൻ്റെ ഇടയിലാണ്, സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചടങ്ങ് വെച്ച് ചേർന്നത്. ക്ലാരിറ്റി ഒക്കെ വരുത്തും. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാനാണ് എത്തിയത്. ഞാനിവിടുത്തെ മണ്ഡല സെക്രട്ടറിയാണ്. അപ്പോൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഭക്ഷണ ഇടവേളയിൽ ഈ പരിപാടി നടത്താനാണ് തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി പര്യടനം എങ്ങനെയാണ് കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നത് നിങ്ങൾക്കറിയാം. എല്ലാവരും സഹായിക്കണം. ഈ പരിപാടി തൽക്കാലം അവസാനിക്കുന്നു. മാധ്യമങ്ങളെ വീണ്ടും കാണാം.